ഒരു നാട്ടിലെ ജനങ്ങളുടെ മൊത്തം വിശ്വാസത്തെയും ഭക്തിയെയും മുൻനിർത്തി ഒരു കൂട്ടുപോലും കുത്തി തുറക്കാതെ പൊളിക്കാതെ ഒരു വമ്പൻ കൊള്ള. സ്വത്ത്, പണം, ഭൂമി, അയ്യോ ദൈവമേ, നിന്നെ കൂടി വെറുതെ വിട്ടില്ലല്ലോ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു കൊള്ള? കള്ളന്മാര് വിശ്വാസവും ഭക്തിയും വിറ്റ് ആളുകളെയും പറ്റിച്ച് നടക്കുന്ന തനി കാട്ടുകള്ളന്മാര്. ഇപ്പതാ അടുത്ത വെടി പൊട്ടിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്രത്തിലും വൻ കൊള്ള എന്നാണ് റിപ്പോർട്ട്. കുറച്ചു കാലത്തേക്കായിട്ട് അത് പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ ഇത് കയറി അങ്ങ് കൊളുത്തി. നല്ല റവന്യൂ ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ പിന്നെ നമ്മള് ഇതേ പിടിച്ചിട്ടൊരു കുഞ്ഞ് അമ്പലം അങ്ങ് സെറ്റ് ചെയ്തു. സുഭാഷ് ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? പ്രതികളുടെ ആസ്തി വർധന കേൾക്കണോ നിങ്ങൾക്ക്? ഭക്തരുടെ പണം മുക്കി വലിയ വലിയ ഹോട്ടലുകളും ഭൂമിയും ഒക്കെയാണ് ഇവർ വാങ്ങിക്കൂട്ടിയത്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിന്റെ കൂടെ നടന്ന ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർക്ക് വരേണ്ട എത്ര 50 കോടിയുടെ ആസ്തി. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ക്ഷേത്രത്തിലെ പണം എണ്ണാൻ മേൽനോട്ടം വഹിച്ച റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരൻ കൊടുത്ത ഒരു കിടിലം മറുപടിയുണ്ട്. തട്ടിപ്പ് ആദ്യമായി കണ്ടുപിടിച്ച ജീവനക്കാരനോട് പുള്ളി പറയുകയാണ്, എടോ ദൈവം എല്ലാം കാണുന്നുണ്ട്, അത് എന്റെയോ നിന്റെയോ വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ പോകുന്നത്. എവിടെ നാട് നീളെ നടന്ന് ഉണരൂ എന്ന് പറഞ്ഞു നടന്ന മഹാത്മാക്കളൊക്കെ എവിടെ? ഓ ഉറക്കാണല്ലേ, ഉറങ്ങിക്കോ, എനിക്കേ വേണ്ട.